നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജെയിംസ് മൺറോ എന്ന അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച മൺറോ സിദ്ധാന്തം പുതിയ രൂപത്തിൽ ആഗോള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. വെനിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ സൈന്യം പിടികൂടി ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കിയതോടെ ലോകം വീണ്ടും ചേരികളായി തിരിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അമേരിക്കയുടെ ഈ നീക്കം വെറുമൊരു സ്വേച്ഛാധിപതിയുടെ വീഴ്ചയല്ല, മറിച്ച് ആഗോള ആധിപത്യത്തിന് വേണ്ടിയുള്ള പുതിയൊരു ചതുരംഗ കളിയുടെ തുടക്കമാണ്. സ്വന്തം തൊടിയിലെ കാര്യങ്ങൾ അമേരിക്ക തീരുമാനിക്കും എന്ന വാഷിംഗ്ടണിൻ്റെ നിലപാടും ലോകത്തെ സ്വാധീന മേഖലകളായി വിഭജിക്കാനുള്ള ചൈനയുടെ താൽപ്പര്യവും കൂട്ടിമുട്ടുമ്പോൾ മാറുന്നത് ആധുനിക ലോകക്രമം തന്നെയാണ്. 2026 ജനുവരി ആദ്യവാരം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് നടന്നത്. കാരാക്കസിലെ മഡുറോയുടെ വസതിയിലേക്ക് ഇരച്ചുകയറിയ അമേരിക്കൻ ഡെൽറ്റ ഫോഴ്സ് അദ്ദേഹത്തെയും ഭാര്യയെയും പിടികൂടി യുദ്ധക്കപ്പൽ വഴി അമേരിക്കയിലേക്ക് എത്തിച്ചു. മയക്കുമരുന്ന് കടത്ത്, ഭീകരവാദ, ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് മഡുറോയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. എണ്ണ സമ്പന്നമായ ഒരു രാജ്യത്തെ തകർക്കുകയും ജനാധിപത്യം അടിച്ചമർത്തുകയും ചെയ്ത ഒരു ഭരണാധികാരിയുടെ പതനം വെനിസ്വേലിയൻ ജനതയ്ക്ക് ഒരുപക്ഷെ ആശ്വാസമാകാം. എന്നാൽ ഇതിന് പിന്നിലെ ജിയോ പൊളിറ്റിക്സ് അതിനേക്കാൾ സങ്കീർണമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് വെനിസ്വേലയിൽ കൃത്യമായ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നതുവരെ രാജ്യം അമേരിക്ക നടത്തും എന്നാണ്. ഇത് വെറുമൊരു നിയമപാലന നടപടിയല്ല, മറിച്ച് ട്രംപ് കൊറോളറി എന്ന് വിളിക്കപ്പെടുന്ന പുതിയൊരു വിദേശ നയത്തിൻ്റെ ഭാഗമാണ്. 1823 മൺറോ സിദ്ധാന്തത്തിൻ്റെ ആധുനിക പതിപ്പാണിത്. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ പുറത്തുനിന്നുള്ള ശക്തികളുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുമെന്നുമാണ് ഈ നയം അടിവരയിടുന്നത്. മഡുറോയുടെ അറസ്റ്റ് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. വെനിസ്വേലയിലെ എണ്ണ ഉൽപ്പാദനത്തിൽ വലിയ നിക്ഷേപമുള്ള രാജ്യമാണ് ചൈന. കൂടാതെ മഡൂറോ പിടിയിലാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ചൈനീസ് പ്രതിനിധികൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇത് ചൈനയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പരാജയമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാൽ ലോകം സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെടുന്നത് ചൈനയ്ക്ക് ഗുണകരമായേക്കാം. അമേരിക്ക സ്വന്തം മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ മാതൃകയിൽ തങ്ങളുടെ അയൽ രാജ്യങ്ങളിലും ഇൻഡോ പസഫിക് മേഖലയിലും കടന്നു കയറാൻ ചൈനയ്ക്ക് ഇത് ധാർമ്മികമായി മറ നൽകുന്നുമുണ്ട്. അമേരിക്കയ്ക്ക് അവരുടെ മേഖലയിൽ ഇതാകാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന ചോദ്യം ഉയർത്താൻ ബീജിങ്ങിന് ഇപ്പോൾ സാധിക്കും. തായ്വാൻ കടലിടുക്കിലോ തെക്കൻ ചൈന കടലിടുക്കിലോ ചൈന നടത്തുന്ന സൈനിക പ്രകോപനങ്ങളെ ന്യായീകരിക്കാൻ അമേരിക്കയുടെ വെനിസ്വേലിയൻ ഇടപെടൽ അവർക്ക് ആയുധമാകും. ലോകം രണ്ടായി വിഭജിക്കപ്പെടുകയും ഓരോ വൻശക്തിയും തങ്ങളുടെ മേഖലയിൽ സർവാധിപത്യം പുലർത്തുകയും ചെയ്യുന്ന ഒരു ക്രമമാണ് ഷീ ജിൻപിങ് ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാക്കുകൾ ഇതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. പടിഞ്ഞാറൻ അർദ്ധഗോളത്തെ നമ്മുടെ പിൻമുറ്റം എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇവിടെ പുറത്തുനിന്നുള്ള ശത്രുശക്തികൾ തമ്പടിക്കുന്നത് അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ആഗോള നിയമവ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാണ്. രാജ്യങ്ങളുടെ പരമാധികാരത്തെക്കാൾ ഉപരിയായി വൻ ശക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്ന ഒരു കാട്ടുനീതിയിലേക്ക് ലോകം മടങ്ങുകയാണോ എന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുന്നു. ഈ സാഹചര്യം ഇൻഡോ പസഫിക് മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അമേരിക്ക വെനിസ്വേലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തായ്വാന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ചൈനയ്ക്ക് കൂടുതൽ സമയം ലഭിക്കും. ചൈന ഇതിനോടകം തന്നെ തായ്വാന് ചുറ്റും സൈനികാഭ്യാസം ശക്തമാക്കിയിരിക്കുകയാണ്. മേഖലയിലെ മറ്റ് രാജ്യങ്ങളായ ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ തുടങ്ങിയവർക്ക് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വൻ ശക്തികൾ ലോകത്തെ പങ്കിട്ടെടുക്കുമ്പോൾ ഇടയിലുള്ള രാജ്യങ്ങളുടെ സുരക്ഷയും സ്വയംഭരണാധികാരവും അപകടത്തിലാകാം. വെനിസ്വേലിയൻ സംഭവവികാസങ്ങൾ ഇന്ത്യ ഇതുവരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക താൽപ്പര്യങ്ങൾ വെനിസ്വേലയിൽ ഇന്ത്യക്കുണ്ട്. എന്നാൽ അമേരിക്കയുടെ പുതിയ നയങ്ങൾ ഇന്ത്യക്കും വലിയൊരു വെല്ലുവിളിയാണ്. അമേരിക്കയുടെ സൈനിക ഇടപെടലിനെ എതിർത്താൽ അത് വാഷിംഗ്ടണുമായുള്ള ബന്ധത്തെ ബാധിക്കും. അതേസമയം ചൈന ഇതേ മാതൃക ഏഷ്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് ഇന്ത്യയുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ലോകം രണ്ടായി വിഭജിക്കപ്പെടുന്നത് ഇന്ത്യയെപ്പോലെയുള്ള വളർന്നുവരുന്ന ശക്തികൾക്ക് ഒട്ടും ഗുണകരമാകില്ല. ചേരിചേരാ നയത്തിൽ നിന്ന് മാറി സങ്കീർണമായ ഒരു നയതന്ത്ര പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരും ഇന്ത്യക്ക്. അമേരിക്കൻ നീക്കങ്ങൾ തങ്ങൾക്കെതിരെയുള്ള താക്കീതായി റഷ്യയും കാണുന്നുണ്ട്. റഷ്യൻ കപ്പലുകൾ വെനിസ്വേലിയൻ തീരത്തേക്ക് നീങ്ങുന്നത് സംഘർഷം കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറുകളും അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണോ നാം പോകുന്നത്? വൻ ശക്തികൾ തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് അതിരുകൾ നിശ്ചയിക്കുന്ന ഒരു ലോകം കൂടുതൽ അസ്ഥിരമായിരിക്കും. വെനിസ്വേലയിലെ മഡുറോയുടെ മാറ്റം ഒരു തുടക്കം മാത്രമാണ്. എണ്ണ വിപണിയും സ്വർണ്ണശേഖരവും നിയന്ത്രിക്കാനുള്ള നീക്കങ്ങൾ ആഗോള സാമ്പത്തിക ക്രമത്തിലും മാറ്റങ്ങൾ വരുത്തും. ഇനി വരാനിരിക്കുന്നത് ബലപ്രയോഗത്തിലൂടെ സ്വാധീനമുറപ്പിക്കുന്ന വൻ ശക്തികളുടെ കാലമാണ്. ഈ പുതിയ ലോകക്രമത്തിൽ ഓരോ രാജ്യവും തങ്ങളുടെ താൽപ്പര്യങ്ങൾ എവിടെയാണെന്ന് പുനർചിന്തനം ചെയ്യേണ്ടി വരും. വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ ഇടപെടൽ ഒരുപക്ഷെ വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ശാക്തിക സന്തുലിതത്തിലേക്കോ ഉള്ള മുന്നോടിയായേക്കാം.
മാറുന്ന ഈ ലോകക്രമത്തിൽ നാം എവിടെ നിൽക്കുന്നു എന്നത് ഓരോ രാജ്യത്തെയും സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.